എന്നെ കറുപ്പിൻ്റെ പേര് വെച്ചിട്ട് പലരും കളിയാക്കാറുണ്ട്. അപ്പം കളിയാക്കിയിട്ടുമുണ്ട്. എനിക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമമായിരുന്നു. ഞാനൊരു വിക്റ്റിമാണെന്നാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? ഇതെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കളറ് കിട്ടി എന്നുള്ള ഒറ്റൊരു പോയിന്റിൽ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയാൻ ശ്രമിക്കവേ ഇപ്പം എനിക്ക് അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നത് ഞാനൊരു വിക്റ്റിമല്ല, ഞാനൊരു സർവൈവറാണ്. അതായത് ഒരാൾ കറുത്തിട്ടാണോ, ഒരാൾ തടിച്ചിട്ടാണോ, ഒരാൾ ഷോർട്ടാണോ, അല്ലെങ്കിൽ അയാളുടെ പല്ലിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ടോ എന്നുള്ളതൊക്കെ ബേസിക്കലി കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടീഷൻഡ് ആയപ്പെട്ടേ വരുന്നത്. അതായത് മീഡിയ ത്രൂ ആണെങ്കിൽ പോലും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ബ്യൂട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പലരും മനസ്സിലാക്കി വെച്ചിട്ട്, അവരുടെ രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട്, അത് അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഇപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് ആക്ച്വലി ഉള്ളിൽ ഏറ്റവും പാത്തറ്റിക്കായിട്ടും ഏറ്റവും വിഷമിക്കുന്നതും ആൾക്കാരായിട്ടുള്ളത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആസ് എ സോഷ്യൽ ബീയിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളാദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈന്. നമ്മളുടെ പരാധീനകളെ അറിഞ്ഞ്, നമ്മളുടെ ഫ്ലോസിനെ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ശരിക്കും, അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കും അത് ആദ്യം ഡൗട്ട്ഫുൾ ആയിരുന്നു. എന്താണ് ഈ സെൽഫ് ലവ്? എനിക്കറിയില്ല വാട്ട് ഇസ് സെൽഫ് ലവ് എന്നുള്ളത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളുടെ ഗുണങ്ങളാണെങ്കിലും നമ്മളുടെ രണ്ട് വശങ്ങളാണെങ്കിലും അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മീ ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ ലവ് മൈസെൽഫ് സോ മച്ച്. എനിക്ക് എൻ്റെ ഷാഡോസ് എന്താണെന്നറിയാം, എനിക്ക് എൻ്റെ ബ്രൈറ്റർ സൈഡ്സ് എന്താണെന്നറിയാം എന്നുള്ളതിനെ പറ്റി ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ പറയുന്നതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിമുലസിനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഒരു കോൺസേർട്ട് നടന്നു ഇതിനിടെ. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സിംഗേഴ്സ് ഉണ്ട്, 3-4 സിംഗേഴ്സ് ഉണ്ട്. എല്ലാവരും സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കെ ക്രൗഡിൽ നിന്ന് ഒരാൾ ഒരു സിംഗറിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ഭയങ്കര മോശം വേർഡ് യൂസ് ചെയ്തു. തുടങ്ങിക്കൂടെ എടാ ഒരു ഡാഷ് എന്നിട്ടൊരു സാധനം പറഞ്ഞു. അത് എല്ലാവരും കേട്ടു. ഫുൾ ക്രൗഡ് സൈലൻ്റായി. അയാൾ പിന്നെയും അത് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ നിൽക്കുന്ന എല്ലാവരും, ഇപ്പം ആങ്കർ നിൽക്കുന്നതിന് നമ്മൾ സിംഗേഴ്സ് എല്ലാവരും നിൽക്കുന്നു, നമ്മളാകെ പെട്ടെന്നൊന്ന് ഇതായി. അപ്പം മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ദീപിച്ചേട്ടൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് ദീപിച്ചേട്ടൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ ആക്ഷേപിക്കുന്നതിനൊക്കെ പകരം നമുക്ക് അവരെ കൈയടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളൊരു ടോണല്ല പറഞ്ഞത്. നമുക്ക് അയാൾക്ക് വേണ്ടി ഒന്ന് കൈയടിച്ച് നോക്കാം. ലൈക്ക് വാട്ട് ഹീ മെൻറ്റ് വാസ്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരാളെ പരസ്യമായിട്ടോ പരോക്ഷമായിട്ടോ മോശം ലാംഗ്വേജ് കൊണ്ട് അയാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ അയാളെ ആണിയടിച്ച് തറക്കുകയല്ല വേണ്ടത്. അയാൾ കുറച്ച് കമ്പാഷനറ്റ് ആയിട്ട് നമുക്കൊന്ന് കൈയടിച്ച് നോക്കാൻ വേണ്ടി അയാൾക്കൊരു കൈയടിയാണ് കൊടുത്തത്. ആക്ച്വലി അത് ഓഡിയൻസിൻ്റെ ഇടയിൽ ആ ഒരു ടെൻസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് പെട്ടെന്നൊന്ന് ശാന്തമായി. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, ലൈക്ക് we were giving them love, okay, and we are telling them please, okay, like അതിൻ്റെ അകത്തൊന്ന് പൊന്തി വാ, അവിടെ അല്ല നിൽക്കേണ്ടത്, കുറച്ചും കൂടി മുകളിലോട്ടേക്ക് വാ എന്നുള്ളൊരു നോഷനാണ് അവിടെ കൊടുത്തത്. ആൻഡ് ആ ഒരു ചെറിയൊരു കാര്യത്തിലൂടെ ആ ഹാളിൻ്റെ എനർജി കംപ്ലീറ്റ്ലി മാറി. നമ്മൾക്ക് നേരെ വരുന്ന ആ ശരങ്ങളെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് അവർ പറയുന്നത് അവരുടെ പ്രൊജക്ഷനാണ്. ചിലപ്പം എവിടെയും എത്താൻ പറ്റാത്ത ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡായി വിഷമിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും അത് പറയുന്നുണ്ടാവുക. പക്ഷെ അത് അയാളുടെ ഒരു വേർഡ് മാത്രമാണെന്നും അത് എന്നെ യാതൊരു വിധത്തിലും അത് ബാധിക്കില്ല എന്നുള്ള ഒരു ഷീൽഡാണ് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കേണ്ടത്. വാട്ട് എവർ കംസ് നമുക്കറിയാം നമ്മളെ എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ പിടിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്.